വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഞാനിവിടെ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ പിസ്സ തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പം അതെങ്ങനെ നോക്കിയാലോ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിൽ വെച്ച പാലായിരിക്കണം, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തത്. 6 പീസ് ബ്രെഡ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കോഴിമുട്ടയുടെ മിക്സർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് പൊതിർന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിന് ചുറ്റിലും നല്ലോണം കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇതുപോലെ പുരട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഈ പാനിൻ്റെ അതേ ചുറ്റിലും നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കറക്റ്റാക്കിയിട്ട് ചുറ്റിച്ചെടുക്കാം. കുറച്ച് ഓയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് മുകളിൽ തടവി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ മുന്നേ ബ്രെഡ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പാരൻസിന് വൈകുന്നേരം കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ കൊടുക്കുക എന്നൊരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും നല്ലോണം കഴിക്കും. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജും കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കുക. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബ്രെഡിൻ്റെ മുകളിൽ കെച്ചപ്പ് നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ക്യാബേജ്, സവാള ഇതുപോലെ കുറച്ച് ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. അവസാനം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് കുക്കിംഗ് റേഞ്ചിലാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് കുക്കിംഗ് റേഞ്ചിൽ തന്നെ കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടും സാധാ ഒന്ന് ആവി കൊള്ളിച്ചിട്ട് എടുത്താൽ മതി. അപ്പം ഓവണ് കുക്കിംഗ് റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടി സൗകര്യം. അപ്പോൾ ഞാൻ കുക്കിംഗ് റേഞ്ചിൽ ഒരു 10 മിനിറ്റും കൂടിയും വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.